ഈശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ഈ തൊലിഞ്ഞ ബലിയിൽ വരുമോ ദൈവം എന്ന ആ ഒരു ചോദ്യമാണ്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കരിമ്പിടി കിട്ടും. ഒരു വീട്ടിൽ നിൽക്കുമ്പോഴാണ് ആ വീട്ടിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരുത്തൻ കയറി വന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുടുംബനാഥൻ ചോദിച്ച ഒരു ചോദ്യം, നീ എന്നോട് ഇങ്ങനെ തൊലിഞ്ഞ് മെലിഞ്ഞിരിക്കുന്നേ, വീട്ടിൽ നിനക്ക് തിന്നാനൊന്നും കിട്ടുന്നില്ലേ, എന്തുകൊണ്ടാണ് നിൻ്റെ ശരീരം ഇപ്രകാരം ഇരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ മനുഷ്യരാണേലും ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് മെലിഞ്ഞ മൃഗങ്ങളെക്കുറിച്ച്, മെലിഞ്ഞ് തൊലിഞ്ഞ മൃഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള മൃഗങ്ങളെക്കുറിച്ചൊക്കെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, പല ദർശനങ്ങൾ നമുക്കറിയാലോ. ജോസഫിന് കിട്ടിയ ഒരു ദർശന വ്യാഖ്യാനിക്കാനുള്ള ആ ഒരു കൃപ ഫറവോ രാജാവിന് അങ്ങനെ ഒരു ദർശനമുണ്ടായപ്പോൾ അത് വ്യാഖ്യാനിക്കാൻ അതിന് കഴിവുണ്ടായിരുന്നത് ജോസഫിനാണ്. അതിൻ്റെ പേരിൽ ഈജിപ്തിൽ 2ാം സ്ഥാനത്തേക്ക് അവൻ ഉയർത്തപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഇതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ബലി എപ്പോഴും പെർഫെക്റ്റാണ്, പൂർണ്ണമാണ്. പക്ഷെ ആ ബലി അർപ്പണം അത് നമ്മൾ അർപ്പിക്കുന്നത് പൂർണ്ണതയിലാണോ അല്ലയോ? എങ്ങനെ ബലി അർപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് വരിക? അത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു തൊലിഞ്ഞ ബലിയർപ്പണത്തിലൂടെ ദൈവം വന്ന് നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കണം എന്നുള്ള ആ ഒരു പ്രതീക്ഷ അതിൻ്റെ ആവശ്യമില്ല. അത് ശരിയല്ല എന്നുള്ളത് നോർമലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഓരോ ബലിയർപ്പണത്തിനും ദൈവം കൊടുക്കുന്ന വില എത്ര വലുതാണ്. മാർഗരറ്റ് മേരി അലക്കോക്ക് അവർ വിശുദ്ധ കുർബാന ആരംഭിച്ചാൽ അൾത്താരയിൽ നിന്ന് കണ്ണു പറിക്കത്തില്ല. പിന്നെ അവർ ഒരു നിമിഷം കുരിശുരൂപത്തിലേക്ക് ഒന്ന് നോക്കും, ഒരു നിമിഷം കത്തുന്ന മെഴുകുതിരിയിലേക്ക് ഒന്ന് നോക്കും. കുരിശുരൂപത്തിലേക്ക് നോക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ ബലിക്ക് ദൈവം കൊടുക്കുന്ന വില എന്നെ ഓർമ്മിപ്പിക്കാൻ. കാൽവരി മലയാഗം അത് തുടരുകയാണ്. അവിടെ ദൈവം കൊടുത്ത, യേശു കൊടുത്ത വില എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതെന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ കത്തുന്ന മെഴുകുതിരിയിലേക്ക് നോക്കുന്നത് ഈ ബലിയിൽ പങ്കെടുക്കുന്ന ഞാൻ എന്തായിത്തീരണം എന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അതായത് ഈ മെഴുകുതിരി കത്തി ചെറുതായി അവസാനം ഇല്ലാതാകുന്നത് പോലെ എന്നിൽ ഞാൻ കുറയണം, അവൻ എല്ലാമായി മാറണം. ഈ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കാനും ആ ഒരു പ്രക്രിയയിലൂടെ ഞാൻ കടന്നു പോകണം എന്നെന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ കത്തുന്ന മെഴുകുതിരിയിലേക്ക് ഞാനൊന്ന് നോക്കുക. മത്തായി 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉപമ പ്രഭാഷണം. ഇനി അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് വാസ്റ്റ് മജോറിറ്റി, ഒരു സിംഹഭാഗം ആൾക്കാരും കുടുങ്ങിക്കിടക്കുന്ന ഒരു കാര്യം അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്. ഇന്ന് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് പോലെ ഒരുപാട് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് കാണാൻ പറ്റും. ഒത്തിരിയേറെ ലൗകിക വ്യഗ്രതകൾ അവരെ ചുറ്റിപ്പറ്റി കിടക്കുന്നു. കുർബാനയ്ക്ക് മുമ്പാണേലും കുർബാന ബലിയർപ്പണം കഴിഞ്ഞിട്ടാണേലും ഈ ലൗകിക വ്യഗ്രതകൾ അതെല്ലാം ഇവരെ ചുറ്റിപ്പറ്റി കിടക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ ദൈവാനുഭവം കിട്ടേണ്ട ആ ഒരു ദൈവാനുഭവം കിട്ടാതെ പോകുന്നത്. വിശുദ്ധ ബലിയിലേക്ക് വരുന്ന ദൈവത്തെ കണ്ട് ആ ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാതെ പോകുന്നത്. നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ബലിയാകാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്നാമത്തേത് പ്രിപ്പറേഷൻ, ഒരുക്കം. നമുക്കറിയാം 2 രീതിയിലുള്ള ഒരുക്കം ആവശ്യമാണ്. ഒന്ന് ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ, രണ്ടാമത്തേത് റിമോട്ട് പ്രിപ്പറേഷൻ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് വിശുദ്ധ പാദ്രി പിയോ അദ്ദേഹം ചെയ്തിരുന്നൊരു കാര്യം, ബലിയർപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ അൾത്താരയുടെ മുമ്പിലേക്ക് കമിഴ്ന്ന് കിടക്കും, കമിഴ്ന്ന് വീണും. എന്നിട്ട് സോളം സൈലൻസ്, വലിയ ഒരു നിശബ്ദതയിലുള്ള പ്രാർത്ഥന. അതാ ബലിയർപ്പണത്തിനുള്ള ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ. ഇനി റിമോട്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു ബലിയർപ്പണത്തിൽ നിന്ന് അടുത്ത ബലിയർപ്പണത്തിലേക്കുള്ള യാത്രയായിരിക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഓർക്കണം, ബലിയർപ്പിക്കാനുള്ള വ്യക്തിയാണ് ഞാൻ. അതാണ് റിമോട്ട് പ്രിപ്പറേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചില ഫലങ്ങൾ, ആ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. നമ്മൾ കാണുന്നുണ്ട് 9 ഫലങ്ങൾ ഒന്നിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഗലാത്യർ 5 അതിൻ്റെ 22 മുതൽ വായിക്കുമ്പോൾ 9 ഫലങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. 9 കാര്യങ്ങൾ. അതുകൂടാതെ ഔദാര്യം, അടക്കം, ശുദ്ധത. ഈ 3 ചേരുമ്പോഴാണ് 12 ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് ബലിയായി മാറുക. ആ ബലിയിൽ ദൈവം വരികയും അവരെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യുക. മറ്റൊരു കാര്യം, ബലി ഫലശൂന്യമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് വ്യഗ്രത. അനാവശ്യമായിട്ടുള്ള വ്യഗ്രത. ഒരുപാട് വ്യഗ്രചിത്തരായി കഴിയുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളവർ കുർബാനയ്ക്ക് പോയാലും കുർബാനയ്ക്ക് അവിടെ നിൽക്കുമ്പോഴും വീട്ടിലെ കാര്യങ്ങളായിരിക്കാം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ആ ഒരു ബലിയായി മാറും?
അവിടെ എങ്ങനെ ദൈവം അവരെ സന്ദർശിച്ച് അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാവും. മത്തായി 13:22 ഞാൻ പറഞ്ഞല്ലോ, ഉപമാ പ്രഭാഷണത്തിൽ നമ്മൾ കാണുക, ലൗകിക വ്യഗ്രത വചനത്തെ ഞെരുക്കിക്കളയുന്നു എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. ലൗകിക വ്യഗ്രത അത് കിടക്കുന്നിടത്തോളം കാലം ശരിക്കൊന്ന് പ്രാർത്ഥിക്കാനോ ബലിയർപ്പിക്കാനോ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പ്രഭാഷകൻ 38:24 വായിച്ചാലോ, വ്യഗ്രത ഒഴിഞ്ഞാലേ ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ നമുക്ക് പറ്റും. ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് അറിവുള്ളവരായിട്ട് ജ്ഞാനമുള്ളവരായിട്ട് വ്യാപരിക്കാൻ പറ്റണമെങ്കിൽ ഈ വ്യഗ്രത ഒഴിയണം എന്നാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. ഹഗായി 1:9 വായിച്ചാൽ, സ്വഭവനത്തെക്കുറിച്ചുള്ള വ്യഗ്രത പൂണ്ടിട്ട് ആലയത്തെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യാൻ പോലും പറ്റാതെ പോയ അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുത്തൊരു മുന്നറിയിപ്പ്, നീ 7 പുതപ്പിട്ട് പുതച്ചാലും നിന്റെ കുളിര് മാറത്തില്ല, നീ എത്രമാത്രം ഭക്ഷണം കഴിച്ചാലും വിശപ്പടങ്ങത്തില്ല, നീ എന്തുമാത്രം കുടിച്ചാലും നിന്റെ ദാഹം തീരത്തില്ല, ആ ഒരവസ്ഥ നിനക്കുണ്ടാകാമെന്ന്. അതുകൊണ്ട് നമുക്ക് സ്വഭവനത്തെക്കുറിച്ചുള്ള വ്യഗ്രത നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ വേണ്ടതുപോലെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റിയെന്ന് വരില്ല. ലൂക്കാ 10:40 വായിക്കുമ്പോൾ, മർത്തായ്ക്ക് പറ്റിയത് എന്താ? വ്യഗ്രചിത്തയായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ മുഴുകി വ്യഗ്രചിത്തയായി. അതുകൊണ്ട് മറിയം ഏറ്റെടുത്ത നല്ല ഭാഗം അവൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാതെ പോയി. നമുക്ക് അധ്വാനിക്കാം, പക്ഷെ നമ്മൾ വ്യഗ്രചിത്തരായി മാറിയാൽ നമ്മുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും എന്നുള്ളത് ഈ വചനഭാഗം പഠിപ്പിക്കുക. റോമാ 10:3 വചനം എടുത്താൽ, സ്വയം ന്യായീകരിക്കാനുള്ള വ്യഗ്രത. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്താലും എത്രമാത്രം തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തെന്ന് അംഗീകരിക്കത്തില്ല. സ്വയം ന്യായീകരിക്കാനുള്ള വ്യഗ്രത. ഇനി അങ്ങനെയുള്ളവർ ദൈവനീതിക്ക് വഴങ്ങില്ല എന്നുള്ളത് റോമാ 10:3 വചനത്തിൽ നമ്മൾ കാണുന്നതാണ്. ഈ വ്യഗ്രതയ്ക്ക് പരിഹാരമുണ്ടോ? ഉണ്ട് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനം 8:9 വചനം എടുത്താൽ, ജ്ഞാനം വ്യഗ്രത അകറ്റും. അതുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം അത് പ്രാപിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, ബലിയിലെ അപാകതകൾ കണ്ട് കോപിച്ച ദൈവത്തെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു പല സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. 1 കൊരിന്തോസ് 11 ബലി അർപ്പണത്തിലെ അപാകതകൾ കണ്ട് കോപിച്ച പൗലോസിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചോദിച്ചൊരു കാര്യം, ഇങ്ങനെ ഒരു ബലി അർപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് വല്ല റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ മേലായിരുന്നു? ബലിയർപ്പണത്തിലെ അപാകതകൾ കണ്ടതുകൊണ്ടാണ് അവൻ അപ്രകാരം പറഞ്ഞത്. പുറപ്പാട് 32 വിഗ്രഹാരാധന നടത്തുന്ന കണ്ട ദൈവം കോപിക്കുന്നത് കാണാൻ പറ്റും. മോശയുടെ കോപവും ജ്വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 2:13 മുതൽ വായിക്കുമ്പോൾ, ആലയം കച്ചവട സ്ഥലമാക്കിയത് കണ്ട് കോപിക്കുന്ന യേശുവിനെ അവിടെ കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 11:10-11 വായിച്ചാൽ, സോളമൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ കോപിക്കുന്ന ദൈവത്തെ അവിടെ കാണാൻ പറ്റും. വീണ്ടും 1 മക്കബായർ 2:23 വായിച്ചാൽ, മത്തത്യാസ് അവന് ധാർമ്മിക രോഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. സംഖ്യ 25:6 മുതൽ വായിക്കുമ്പോൾ, ഫിനഹാസ് ഇതുപോലെ ധാർമ്മിക രോഷം കൊണ്ട് കോപിച്ച് 2 പേരെ കുത്തിമലർത്തുന്ന ഒരു രംഗം സംഖ്യ 25:6 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട്, ബലി പ്രീതികരമാകാൻ, ദൈവത്തിന് പ്രീതികരമാകാൻ, നമുക്ക് ഫലപ്രദമാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഫെബ്രുവരി 10:22 പറയുന്നുണ്ട്. സത്യഹൃദയത്തോടെ ബലിയർപ്പിക്കുക, ശുദ്ധ മനസാക്ഷി കാത്തു സൂക്ഷിക്കുക, ശരീരം നിർമ്മലമായിട്ട് സൂക്ഷിക്കുക. അങ്ങനെയുള്ളവർക്ക് ബലിയർപ്പിക്കാൻ എളുപ്പമാണ്. അർപ്പിച്ചാൽ ആ ബലി ഫലമണിയും. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേട്ട നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.